ജബലുർ റഹ്മ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് റഹ്മൻ്റെ മുകളിൽ അവിടെ എത്തണം. നമ്മളെ അജിമാരൊക്കെ ഇങ്ങനെ കയറുകയാണ്. മാഷാ അല്ലാഹ്. അവിടെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഹവ്വാ ബീവിയെ കണ്ടുമുട്ടിയതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ചെറിയ ഒരു പില്ലർ അവിടെ തൂണ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അറഫയ്ക്ക് അറഫ എന്ന പേര് ലഭിക്കാൻ ഒരു കാരണമെന്നും കാണാം. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇതാണ് ജബലുർ റഹ്മ എന്ന മല. ദുൽഹജ്ജ് 9 ഈ മല ജനനിബിഡമായിരിക്കും. മണൽത്തരികൾ പോലും കാണാൻ കഴിയില്ല. അതാണ് മല. അസ്സലാമു അലൈക്കും. ഞങ്ങളിതാ ജബലുർ റഹ്മ എന്ന മലൻ്റെ മുകളിലാണുള്ളത്. മാഷാ അല്ലാഹ്, എല്ലാവരും മലൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ജബലുർ റഹ്മ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ ആദം നബി അലൈഹി സ്വലാം ഹവ്വാ ബീവിയെ കണ്ടുമുട്ടിയ സ്ഥലത്തുണ്ടാക്കിയ ഒരു സ്തൂപമാണ് ഈ കാണുന്നത്. അറഫ എന്ന പേര് ലഭിക്കാനുള്ള കാരണം അതാണ്. ഇതാണ് അറഫ. നോക്കിയാൽ കാണാം ആ ഒരു മഞ്ഞ ബോർഡ്. എല്ലാം നോക്കിയോട്ടാ, ഒരു മഞ്ഞ ബോർഡുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു മഞ്ഞ ബോർഡ് ഇങ്ങനെ തലക്കെന്ന് തുടങ്ങി ഇങ്ങനെ പോണതാ. ആ മഞ്ഞ ബോർഡിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ് അറഫ എന്ന. ആ അറഫിന്റെ ബോർഡറാണ് ആ കാണിക്കുന്ന മഞ്ഞ ബോർഡ്. അതിന്റെ ഉള്ളിൽ ദുൽഹജ്ജ് 9 ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്ന് കുറച്ച് സമയമെങ്കിലും താമസിക്കാത്തവർക്ക് അന്ന് ഹജ്ജില്ല, അല്ല ഹജ്ജു അറഫ എന്നാണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നാണ്. ഇവിടെ വരാത്തവർക്ക് ആ കൊല്ലത്തെ ഹജ്ജ് നഷ്ടപ്പെടും. ഈ മഞ്ഞ ബോർഡിന്റെ ഉള്ളിൽ അറഫ എന്ന സ്ഥലത്ത് ദുൽഹജ്ജ് 9 വരണം. അല്ലാഹു തആല നമുക്കൊക്കെ ആ ദുൽഹജ്ജ് 9 ഇവിടെ വരാനുള്ള തൗഫീക്ക് പഠിച്ചാൽ തരട്ടെ. ഇന്നത്തെ വരവും ഈ മല കയറിയതൊക്കെ അതിന് അല്ലാഹു തആല കാരണമാക്കി തരുമാറാവട്ടെ. പിന്നെ ഈ കാണുന്നൊക്കെയാണ് കുറേ സൗകര്യങ്ങൾ, ഹാജിമാർക്കുള്ള സൗകര്യങ്ങളാണ് കാണുന്നതൊക്കെ. കുറേ